2020 കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവരുടെ ടെലഫോൺ ചോർത്തിയതിന് പിന്നിൽ അശോക് ഗെഹ്ലോട്ട് എന്ന വെളിപ്പെടുത്തൽ. അശോക് ഗെഹ്ലോട്ടിൻ്റെ മുൻ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ലോകേഷ് ശർമ്മയുടേതാണ് ഗുരുതരമായ ഈ വെളിപ്പെടുത്തൽ. അന്ന് മാധ്യമങ്ങൾ വഴി ഓഡിയോ പ്രചരിപ്പിച്ചത് അശോക് ഗെഹ്ലോട്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും ലോകേഷ് ശർമ്മ പറയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, അതിഗുരുതരമായ വെളിപ്പെടുത്തലാണല്ലോ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ്.കെ.എൻ, രാജസ്ഥാനിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. അതിനിടെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന, കോൺഗ്രസിനുള്ളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണവുമായി മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിൻ്റെ OSD ആയിരുന്ന ലോകേഷ് ശർമ്മ രംഗത്ത് എത്തിയിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ട് തൻ്റെ സഹപ്രവർത്തകരുടെ മൊബൈൽ ഫോണുകൾ ചോർത്തിയിരുന്നു എന്നാണ് ആരോപണം. സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഫോണുകൾ അശോക് ഗെഹ്ലോട്ട് ചോർത്തിയിരുന്നുവെന്നും സർക്കാരിനെ അട്ടിമറിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുമാണ് ആരോപണം. ഒപ്പം തന്നെ നേരത്തെ രാജസ്ഥാൻ സർക്കാരിന് പ്രതിസന്ധിയുണ്ടായ 2020 ജൂലൈ കാലഘട്ടത്തിൽ ചില ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു മാധ്യമങ്ങളിലൂടെ. അതിന് പിന്നിൽ താൻ തന്നെയാണ് എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഈ ഓഡിയോ ക്ലിപ്പുകൾ അശോക് ഗെഹ്ലോട്ട് തന്നെയാണ് ഒരു പെൻഡ്രൈവിലാക്കി തനിക്ക് നൽകിയത് എന്നും അദ്ദേഹമാണ് അത് പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നുമാണ് വെളിപ്പെടുത്തൽ. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും തനിക്ക് ലഭിച്ചത് എന്ന പേരിൽ താൻ അത് പങ്കുവയ്ക്കുകയായിരുന്നു മാധ്യമങ്ങളുമായി എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ഷെഖാവത്തിനെ ന്യായീകരിക്കുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിൽ BJP ആണെന്നും ഷെഖാവത്താണ് അതിന് മുൻകൈയെടുത്തത് എന്നും പ്രചരിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത് ശരിയല്ല. ഈ സച്ചിനെതിരെ അശോക് ഗെഹ്ലോട്ട് തന്നെ നടത്തിയ ഒരു നീക്കമായിരുന്നു അത് എന്നും തുടർന്ന് ഹൈക്കമാൻഡിനെ സച്ചിൻ പൈലറ്റ് സമീപിക്കുകയായിരുന്നു പരാതിയുമായി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് മുൻ OSD നടത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എസ്.കെ.എൻ. താങ്ക് യു ബൽറാം നെടുങ്ങാടി.